പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിലാമേൻ. ആമേൻ. ജീസസ്. നമ്മൾ ഇന്ന് ചിലപ്പോഴുണ്ടല്ലോ മക്കളെ, നമ്മുടെ ജീവിതത്തിലെ ഇന്നത്തെ മെസ്സേജ് പറയും, ചില സമയത്ത് നമ്മളുടെ ലക്ഷ്യങ്ങൾ, കൈവരിക്കാനുള്ള ആസ്തി ഭദ്രതകൾ, അതിൻ്റെ കായബലം, അതിൻ്റെ കാശ് ബലം ചിലപ്പോൾ നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പം നമുക്ക് ഇത് ജയിക്കുക, നമ്മൾ ചെയ്യുക, നമ്മളിത് കരയേറുക, അതാ അവർ നമ്മളെ നശിപ്പിച്ച് കളയുക, നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാകും. ഇതുപോലെ ഇസ്രയേൽ രാജാവിനും യൂദയായ രാജാവിനും ഏതോൻ രാജാവിനും ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. അവരുടെ കൺഫ്യൂഷൻ വെച്ചാൽ അവർ മൊവാബുമായിട്ട് യുദ്ധത്തിന് പോവുകയാണ്. മൊവാബിയർ അറിയാവില്ല, ഫസ്റ്റ് പാർട്ടിയാണ്. ജൂഡിറ്റൊക്കെ മൊവാബ് കാര്യത്തിയാണ്. അങ്ങനെ ഒന്ന് രണ്ട് ആൾക്കാർക്ക് മൊബൈൽ അടിപൊളി പാർട്ടിയുള്ളത്, ബാക്കിയെല്ലാം ലോത്തിൻ്റെ പെമ്മക്കളുടെ മക്കളാണേ. അപ്പം മനസ്സിലായി, കാര്യം മനസ്സിലായില്ലേ? അപ്പോൾ ആ കക്ഷികളുമായിട്ട് ഒരു യുദ്ധത്തിന് പോവുകയാണ്. പക്ഷേ അവർ ഭയങ്കര സൈന്യമാണ്. ഇസ്രയേലും യൂദയായും ഏതോ കൂടി ഒരുമിച്ച് കൂടിയിട്ട് പോരും. അവർ 7 ദിവസം യാത്ര ചെയ്തപ്പോൾ തന്നെ അവരുടെ ഒട്ടകം വരെ അതിൻ്റെ പൂഞ്ഞ പിളർന്ന് വെള്ളം കുടിക്കേണ്ട അവസ്ഥ വന്നു. തളർന്ന് വെള്ളവും പോയി, ഭക്ഷണവും തീർന്നില്ല. അപ്പോൾ ഇനിയിപ്പോൾ എന്താ, കർത്താവ് അവരുടെ കയ്യിലേക്ക് നമ്മൾ ഏൽപ്പിക്കപ്പെടാൻ വേണ്ടിയാണ് പോണത്. നമ്മൾ യുദ്ധം ജയിക്കുക, ഒരു ഐഡിയയും ഇല്ല. ദേ ലോസ്റ്റ് ദെയർ മെറിറ്റ്. അതാണ് ബൈബിൾ എപ്പോഴും പറയുന്ന സംഭവമാണ്. എപ്പോഴും മെറിറ്റ് ഡാമേജ് ആയിക്കൊണ്ടിരിക്കും. അപ്പോഴും ദൈവം വരുന്നതിൻ്റെ ആദ്യത്തെ സൂചന, ദൈവം ഈ വിഷയത്തിൽ ഇടപെടാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിൻ്റെ യോഗ്യത എപ്പോഴെങ്കിലും ബ്ലോക്ക് ആകുമ്പോഴും ബ്രേക്ക് ആകുമ്പോഴും ഓർക്കുക, കർത്താവ് വെളിപ്പുറത്തുണ്ട്. വി ക്യാൻ റീഡ് ഇറ്റ്. രാജാക്കന്മാർ 3, 15, 16, 17. ഒരു ഗായകനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരിക. അതെന്ത് സംഭവിച്ചു കഴിഞ്ഞാൽ, ഇവർ ഇസ്രായേൽ രാജാവും യദോൻ രാജാവും അതുപോലെ തന്നെ യൂദയ രാജാവും കൂടി പോയി മോഹനോട് യുദ്ധം ചെയ്യുകയല്ലേ. അവൻ പോവുകയല്ലേ, പോയ വഴിക്ക് ഭക്ഷണം വരെ തീർന്നു പോയില്ല. അപ്പോൾ തോക്കൊന്ന് ഉറപ്പായി. അപ്പോൾ പറയും നമ്മൾ തോക്ക് പോയില്ല, അപ്പോൾ ഇനി എന്ത് ചെയ്യുമെന്ന് ചോദിക്കുമ്പോൾ ഒരുത്തൻ പറയും ഇവിടെ ഒരു പ്രവാചകനുണ്ട്. ആരാണ്? ഏലിയായുടെ കയ്യിൽ വെള്ളം പകർന്നവനാണ്. ആരാണ്? എലീശയാണ്. അവനല്ലേ ദൈവത്തിൻ്റെ വാക്ക്, അവൻ്റെ വചനമുണ്ടെന്ന് പറയും. അവൻ്റെ വചനമുണ്ട്. അപ്പോൾ വചനം ഉണ്ടെന്ന് പറയണത് ദൈവത്തിൻ്റെ അരുളപ്പാടുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അപ്പോൾ അവൻ്റെ വചനമുണ്ട്, നമുക്ക് അവനോട് ചോദിക്കാം കർത്താവ് എന്ത് പറയണമെന്ന്. അങ്ങനെയാണ് ഇവരെ വിളിക്കുക. അപ്പോൾ എലീശ പറഞ്ഞു, ഞാൻ വചനം പറയാം, അതിന് മുമ്പ് നിങ്ങൾ ഗായകനെ വിളിക്കാൻ പറയും. ഗായകൻ വന്നിട്ട് തമ്പുരും വീണയും മീട്ടി പാടാൻ പറയും. അപ്പോൾ ഗായകൻ പാടിക്കൊണ്ടിരിക്കുമ്പോൾ ഇവൻ അനോയിൻറ്റഡ് ആകും. അപ്പോൾ അനോയിൻറ്റഡ് ആയി കഴിയുമ്പോൾ ഇവൻ പറയും. എന്താ അവൻ പറയണത്? വായിച്ചേ. അവൻ പറഞ്ഞു ആര്? എലീശ പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഈ വരണ്ട അരുവിത്തടം കുളങ്ങൾ കൊണ്ട് ഞാൻ നിറയ്ക്കും. കാറ്റോ മഴയോ ഉണ്ടാകത്തില്ല. അരുവിത്തടം ജലം കൊണ്ട് നിറയും. നീയും കാലിക്കൂട്ടവും മൃഗങ്ങളും അത് കുടിക്കും. കർത്താവിന് ഇത് നിസ്സാരമാണ്. ഇത് ഏറ്റവും വലിയ വാക്ക്. ഇത് ഭയങ്കരമാണല്ലോ എന്നാണ് ഇവർ പറഞ്ഞത്. നമ്മൾ മൊവാബിയുടെ കയ്യിൽ അകപ്പെടാൻ പോവുകയാണ്, നമുക്ക് തന്നെ കുടിക്കാൻ വെള്ളമില്ലാത്ത അവസ്ഥയാണ് എന്ന് പറയുമ്പോൾ ഈ അവസ്ഥ ഭയങ്കരമാണല്ലോ എന്നാണ് അവർ പറയണത്. പക്ഷേ എലീശ പറയണത് കർത്താവിന് ഇത് നിസ്സാരമാണെന്ന്. ഭയങ്കരമാണേ. അപ്പം നിങ്ങൾക്കും തോന്നും, നമ്മുടെ അവസ്ഥ ഭയങ്കരമാണല്ലോ, വീടുമില്ല, സ്ഥലവും ഇല്ല, രോഗവും മാറണില്ല, മകളെ കെട്ടിക്കാനും പറ്റണില്ല, കെട്ടിച്ച മകൾക്ക് കുഞ്ഞുങ്ങളുമില്ല, ഇത് അവസ്ഥ ഭയങ്കരമാണല്ലോ എന്ന് പറയുമ്പോൾ നീ ഈ ഭാഗം എടുത്ത് വായിക്കണം. എന്താണ്? കർത്താവിന് ഇത് നിസ്സാരമാണ്. അപ്പോൾ എന്താണ്? നിൻ്റെ അവസ്ഥയിലേക്ക് കർത്താവിനെ വിളിക്കാൻ വേണ്ടി ഒരു സമ്മർദ്ദം മാത്രമാണ് സഹനം. അതുകൊണ്ട് സന്തോഷമായിരിക്കുക. കർത്താവിന് നിൻ്റെ ജീവിതത്തിൻ്റെ ഭയങ്കരമായ അവസ്ഥകൾ എടുത്തു മാറ്റാൻ നിസ്സാരമാണ്. നീ ദൈവം. നമുക്ക് അനുദിന അനുഗ്രഹ പ്രാർത്ഥനയ്ക്ക് വരാം. കർത്താവേ, അന്നു വേണ്ട ആഹാരം പോലെയാണ് ഈശോയെ അനുദിന അനുഗ്രഹ പ്രാർത്ഥന. ഇന്നത്തെ മുഴുവൻ ആവശ്യങ്ങൾ കർത്താവ് പ്രാർത്ഥിക്കാൻ ചില സമയത്ത് വചനം കിട്ടാത്തവരുണ്ട്, പ്രാർത്ഥിക്കാൻ മനസ്സ് കിട്ടാത്തവരുണ്ട്, മനസ്സ് ഇടിഞ്ഞു പോയവരുണ്ട്. അവരെ എല്ലാവരും താങ്ങി നിർത്താൻ വേണ്ടിയാണ് ഈശോയെ ഈ പ്രാർത്ഥന ഞങ്ങൾ പ്രഭാതത്തിൽ അങ്ങയുടെ ദിവസം അവർക്ക് വേണ്ടി സമർപ്പിക്കണത്. കർത്താവ്, ഇപ്പോഴും അങ്ങയുടെ ദിവസത്തിൽ ഈ പ്രാർത്ഥന കേൾക്കുന്നവരാരായാലും ശിരസ് നമിച്ച് നിൽക്കുന്ന മക്കൾ, കൈകൾ കുപ്പി നിൽക്കുന്ന മക്കൾ, അങ്ങയുടെ ദിവസം അങ്ങേ നാഥനും രക്ഷകനുമായി ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളുടെ മേൽ അങ്ങയുടെ വാഗ്ദാനത്തിൻ്റെ ആത്മാവിനെ ചൊരിയിടെ പ്രാർത്ഥിക്കുന്നു. ആത്മാവേ, പരിശുദ്ധാത്മാവേ, ഇപ്പോൾ ആ മക്കളിലേക്ക് ഇറങ്ങി വസിക്കണമേ. കർത്താവിൻ്റെ വാഗ്ദാനമാകുന്ന പരിശുദ്ധാത്മാവ് നിങ്ങളെ ആവസിക്കട്ടെ. വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെ നമുക്കറിയത്തില്ല. അവാച്യമായ നെടുവിൽപ്പന ആത്മാവ് തന്നെ മാധ്യസ്ഥം വഹിക്കുമെന്ന് പറഞ്ഞ അതേ പരിശുദ്ധാത്മാവ് പ്രാർത്ഥിക്കാൻ പറ്റാത്ത, പ്രാർത്ഥിക്കാൻ കേൾപ്പില്ലാത്ത, കഴിവില്ലാത്ത എല്ലാ മക്കൾക്കും പ്രത്യേക കഴിവ് നൽകി അനുഗ്രഹിക്കണം. പ്രാർത്ഥിക്കുന്ന ഈശോയെ പ്രാർത്ഥിക്കുക. കർത്താവ്, ഞാൻ എൻ്റെ പിതാവിനോട് ചോദിക്കുന്ന നിത്യവും നിങ്ങളുടെ ആയിരിക്കാൻ മറ്റൊരാശ്വാസത്തിന് അയച്ചറിയുകയും ചെയ്യുന്നു. അലസ കർത്താവെ, അങ്ങയുടെ മക്കൾ ഒറ്റപ്പെട്ടു പോയി, ഏകാകികളായി, ആരുമില്ല, ബന്ധുക്കൾ
ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, എല്ലാവരും കൈ ഒഴിഞ്ഞെന്ന് തോന്നുന്ന അവസ്ഥകളിൽ കർത്താവെ പലപ്പോഴും പുറത്താണ് ജീവിക്കണമെങ്കിലും വെന്റിലേറ്ററിലുള്ള രോഗികളെപ്പോലെ ആകുന്ന മനുഷ്യരുണ്ട് ഈശോയെ. അവർ പുറത്താണ് ജീവിക്കുന്നത്, വീട്ടിലാണ് ജീവിക്കേണ്ടത്, അല്ലെങ്കിൽ നാട്ടിലാണ് ജീവിക്കുന്നത്. പക്ഷേ മറ്റുള്ളവർ പലരും അവരെ കൈയൊഴിഞ്ഞ പോലെ അവർ വെന്റിലേറ്റർ രോഗികളെപ്പോലെ ആയിപ്പോയിട്ടുണ്ട് ഈശോയെ. അങ്ങനെയുള്ള മാനസികാവസ്ഥ ഉള്ളവരെ നീ പ്രത്യേകം ശ്രദ്ധിക്കണം. അവരുടെ ഈ കറുത്ത കാലത്ത് കർത്താവെ, കെട്ട കാലത്ത് കർത്താവെ, അങ്ങ് അവിടെ കൈ പിടിക്കാൻ വേണ്ടി ഞങ്ങൾ അവർക്ക് വേണ്ടി സഹോദര ബുദ്ധിയ കർത്താവ് അവർക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കുകയാണ്. കർത്താവ് സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവിൽ നിന്ന് അങ്ങ് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ ഈശോയെ, ഞങ്ങളെന്ന് പറയുമ്പോൾ പ്രാർത്ഥിക്കാൻ അറിയാത്തവരും പ്രാർത്ഥന കിട്ടാത്തവരും പ്രാർത്ഥിച്ചിട്ട് അവർക്ക് ആ പ്രാർത്ഥനയുടെ ഒരു പ്രത്യാശയില്ലാത്ത എല്ലാ മക്കളെയും ഞങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് കർത്താവെ ഈ പ്രാർത്ഥന ഭാഗമാക്കിക്കൊണ്ട് കർത്താവെ അങ്ങയുടെ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്ന കർത്താവെ, അമ്മേ പരിശുദ്ധ അമ്മേ ദേവമാതാവേ, എല്ലാ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. എൻ്റെ കർത്താവ് ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആശീർവദിക്കുന്നു. കുരിശിൻ്റെ ശക്തി കർത്താവ് ഉത്ഥിതനായ കർത്താവിൻ്റെ ഉത്ഥാനത്തിൻ്റെ അടയാളമായി അവശേഷിപ്പിക്കുന്ന അടയാളമായ കുരിശിൻ്റെ അടയാളത്തിൽ ഞാൻ നിങ്ങളെ ആസ്വദിക്കുന്നു. എൻ്റെ കർത്താവിനുമായി നിങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങളുടെ ജോലികൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ യാത്രകൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ സംസാരങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ കൊടുക്ക വാങ്ങുന്ന വിനിമയങ്ങൾ ആസ്വദിക്കപ്പെടട്ടെ, നിങ്ങളുടെ സൈനുകൾ രജിസ്ട്രേഷൻസ് ആസ്വദിക്കപ്പെടട്ടെ. നിങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളും സംസാരിക്കുന്ന വ്യക്തികളും തീരുമാനങ്ങളും പങ്കെടുക്കുന്ന സമ്മേളനങ്ങളും പോകുന്ന മീറ്റിങ്ങുകളും ആസ്വദിക്കപ്പെടട്ടെ. ഈ കർത്താവ് നിങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകുമ്പോൾ ഏത് വാഹനത്തിൽ കയറുന്നു, ഏത് വാഹനം ഉപയോഗിക്കുന്നുവോ ആ വാഹനം അന്ത്യം വരെ നിങ്ങൾ സുരക്ഷിതരായി നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എത്തിച്ചേരട്ടെ. തിരിച്ച ആ വാഹനങ്ങൾ തന്നെ ഏത് വാഹനങ്ങൾ വന്നാലും അവിടെയെല്ലാം കർത്താവിൻ്റെ ദൂതൻ നിങ്ങൾക്ക് അകമ്പടി സേവിക്കുകയും കർത്താവിൻ നിങ്ങളുടെ വഴികളിൽ അവിടെ നിനക്ക് തുണയാകുകയും ചെയ്യട്ടെ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവത്തിൻ്റെ ശക്തിയാൽ കർത്താവ് കണ്ണിന് കരുപ്പുള്ളവരെ കാണിക്കുന്നുണ്ട്, മൂക്കിന് ദശ വളർന്നവരെ കാണിക്കുന്നുണ്ട്, ചെവിക്ക് കേൾവിക്കുള്ളവരെ കാണിക്കുന്നു, തൊണ്ടയ്ക്ക് മുഴുവനുള്ളവരെ കാണിക്കുന്നു, ഉള്ളംകാലും വരെ ആന്തരിക രോഗങ്ങൾ അവയവങ്ങൾക്കുണ്ടാകുന്ന മുഴുവൻ രോഗങ്ങൾ യേശു ക്രിസ്തു വിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ സ്നാനം ചെയ്യപ്പെട്ടവരുടെ അടിപ്പണ പോലെ വൈതാക്കാലം ദൈവികമായ ശക്തിയാൽ നിങ്ങൾ സൗഖ്യം പ്രാപിക്കട്ടെ. നിങ്ങളുടെ മനസ്സ് ഇടിഞ്ഞതാണെങ്കിൽ ഇപ്പോൾ ദൈവികമായ ശക്തി ഇടിച്ചിറങ്ങിക്കൊണ്ട് നിങ്ങളെ ശക്തിപ്പെടുത്തട്ടെ. എൻ്റെ കർത്താവിനുമായ നാമത്തിൽ സഭയുടെ അധികാരത്തെ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. താങ്ക് യു. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇരിക്കുക മക്കളെ, നമ്മളെ കർത്താവിൻ്റെ തനിസന്നിധാനത്തിലാണ് ഇരിക്കുന്നത്. ദിവ്യകുർബാനയുടെ തിരുസന്നിധിയിൽ എന്നല്ല പറയേണ്ടത്, ദിവ്യീശോയുടെ തനിസന്നിധാനത്തിൽ നമ്മളിരിക്കുക. അഥവാ നിൻ്റെ ക്ലേശത്തിൻ്റെ ഒരു കാലം, നിൻ്റെ ക്ലേശത്തിൻ്റെ കാലം കർത്താവ് നിന്നെ ഈ തനിസന്നിധാനത്തിലിരിക്കാൻ വിളിച്ചിരിക്കുന്നതാണ്. അത് നീ സ്വയമേധ എടുത്ത തീരുമാനമല്ല. ബൈബിൾ പറയുന്നുണ്ട്, കർത്താവിൻ്റെ അടുത്ത് വരാൻ കഴിയണതെല്ലാം ആകർഷണമാണ്, വരമാണ്, വെളിയാണ്. ഇതെല്ലാം പറയുന്ന യോഹന്നാൻ്റെ സുവിശേഷമാണ്. 6-ാം അധ്യായത്തിൽ 37, 54, 67 തിരുവചനങ്ങളിലെ എല്ലാം ഇത് കർത്താവിൻ്റെ അടുത്ത് വരാൻ ലഭിക്കുന്ന അവസരം നമ്മുടെ സ്വന്തം തീരുമാനമല്ല, അത് സാഹചര്യത്തിൻ്റെ സമ്മർദ്ദവുമല്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദൈവം നിന്നെ സ്നേഹിക്കുന്നു, വിളിക്കുന്നു. ഇതൊരു വരമാണെന്ന് പറയും. വരമാണെന്ന് പറയാൻ കാര്യം, എനിക്കിവിടെ ഈ വരം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദാവീദിനാണ്. മനുഷ്യന്മാരിലെ അതൊരു വരമാണ്, അഭിഷേകമാണത്. അതായത് അന്തഛിദ്രമുള്ള കാലത്ത്, അട്ടിപ്പതറുന്ന കാലത്ത്, ആത്മനാശത്തിൻ്റെ കാലത്ത്, അപകടത്തിൻ്റെ കാലത്ത് കർത്താവിൻ്റെ അടുത്തിരിക്കാൻ ആത്മാവിൻ്റെ ഒരു അഭിവാഞ്ചയുണ്ട്. അത് ഒരു അഭിഷേകമാണ്. ഈ അഭിഷേകം ഏറ്റവും കൂടുതൽ കിട്ടിയിരിക്കുന്നത് ദാവീദിനാണെന്നാണ് എൻ്റെ ഒരു ചിന്ത. എന്താ കാരണം വെച്ചാൽ, ഞാൻ ഈ ദിവസങ്ങളിലേ ചില ബൈബിൾ ഭാഗങ്ങൾ അതിൻ്റെ ആമുഖങ്ങൾ വായിക്കാനിടയായി, പ്രത്യേകിച്ച് ദാവീദിൻ്റെ. അപ്പോൾ ഈ ആമുഖങ്ങൾ, പ്രത്യേകിച്ച് 34-ാം സങ്കീർത്തനം തുടങ്ങുന്നത്, അതിൽ ദാവീദ് കുറേ കാര്യങ്ങൾ സങ്കടത്തോടെ കർത്താവിനോട് ചോദിക്കുന്നുണ്ട്. എന്താ പറയണത്? കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അച്ഛനോട് ചേർന്ന് ഈ വചനം പറഞ്ഞേ,
കർത്താവിനെ ഞാൻ എന്നും പുകഴ്ത്തും. അവിടുത്തെ സ്തുതികൾ അവിടുത്തെ സ്തുതികൾ എപ്പോഴും എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു കാലം ഉണ്ട് അവിടെ, സ്തുതികളുടെ കാലം. എന്താണ് ദാവീദ് പറയണത്? അവിടുത്തെ സ്തുതികൾ സന്തോഷം വരുമ്പോൾ മാത്രം എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും എന്നല്ല, അവിടുത്തെ നമുക്ക് വിജയം കിട്ടുമ്പോൾ മാത്രം അവിടുത്തെ സ്തുതികൾ എൻ്റെ അധരങ്ങൾ ഉണ്ടായിരിക്കും എന്നല്ല. പിന്നെന്താണ്? സങ്കീർത്തനം 34:1 എന്താണ്? അവിടുത്തെ സ്തുതികൾ പറഞ്ഞ് അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിൽ ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സ്തുതികൾ ദാവീദിൻ്റെ അധരത്തിൽ ഉണ്ടായത് എപ്പോഴാണെന്ന് നോക്കിയാൽ ഈ സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് എന്താണ്? 34-ാം സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് ബൈബിൾ പറയുന്നുണ്ട്. ഇത് ദാവീദിൻ്റെ സങ്കീർത്തനമാണ്. അബിമലേക്കിൻ്റെ മുമ്പിൽ ബുദ്ധിഭ്രമം നടിക്കുകയും ആട്ടി ഓടിക്കപ്പെടുകയും ചെയ്തപ്പോൾ പാടിയത്. അബിമലേക്ക് ദാവീദ് കൊന്ന ഗോലിയാത്തിൻ്റെ വാൾ സൂക്ഷിക്കുന്ന ഒരു പുരോഹിതനാണ്. നിരായുധനായിട്ട് സാവൂളിനാൽ വേട്ടയാടപ്പെട്ട് നിരായുധനായിട്ട് ആണ് ഈ ജീവിതത്തിൻ്റെ ഈ പ്രത്യേക സാഹചര്യത്തിൽ അബിമലേക്കിൻ്റെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. പക്ഷെ അവിടെ വന്നപ്പോൾ ദാവീദ് ഭ്രാന്തായിട്ട് അഭിനയിച്ചു. എന്താ കാര്യം എന്നറിയാവൂ? ഇത് രഹസ്യമായിട്ടുള്ള ഒരു അഭയമായിരുന്നു. രഹസ്യമായിട്ട് അബിമലേക്കിൻ്റെ അടുത്ത് തനിക്കൊരു സങ്കേതം കിട്ടും എന്ന് വിചാരിച്ച് അഭയത്തിന് വേണ്ടി വന്നതാണ്. പക്ഷെ അവിടെ ഒരു അബദ്ധം പറ്റി. അങ്ങേര് വിചാരിക്കാത്ത, ഇപ്പം നമ്മളുടെ ജീവിതത്തിലുണ്ടാവും അഭയത്തിന് വേണ്ടി ചെല്ലണത് അബദ്ധമായി മാറും. ചിലപ്പോൾ അഭയത്തിന് വേണ്ടി ചെന്നതേ ചിലപ്പോൾ അബദ്ധമായി മാറും. എനിക്കങ്ങനെ അബദ്ധം പറ്റിയിട്ടുണ്ട്. ഞാനൊരു ഷാപ്പിൻ്റെ വാതിക്കൽ നിരാഹാര സത്യാഗ്രഹം കിടക്കിയിരുന്നു. അത് കിടന്നത് എൻ്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയാണ്. ഞാനന്ന് ജില്ലാ പ്രസിഡൻ്റാണ് മധ്യതിരുവനത്തിൻ്റെ. ഞാൻ ഈ വിഷയം പത്രക്കാരോട് പറഞ്ഞു. ഇവർ ഒരു കാരണവശാൽ നിരാഹാരം കിടന്നതിന് ശേഷം ആരും തിരിഞ്ഞു നോക്കാത്ത അവസ്ഥ വന്നു. പോലീസ് പോലും അറസ്റ്റ് ചെയ്യണില്ല. കാര്യം ആത്മഹത്യ കുറ്റകരമല്ല എന്നും പറഞ്ഞൊരു വിധിയുണ്ടായി സുപ്രീം കോടതിയുടെ ആ ഇടയ്ക്ക്. പക്ഷേ അത് പത്രത്തിൽ വന്നത് സുപ്രീം കോടതിയുടെ വിധി സത്യാഗ്രഹിക്ക് പുലിവാലായെന്നും പറഞ്ഞ് ആക്ഷേപിച്ചുണ്ടാവുന്നത്. അപ്പോൾ നോക്കിയേ, നമ്മളതൊരു ജനശ്രദ്ധയെപ്പെടുത്തിയിട്ട് ഇതിനൊരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടി, സാമൂഹ്യമായ വിപത്തിനെതിരെ ഒരു തീരുമാനം ഉണ്ടാകാൻ വേണ്ടിയുള്ളൊരു ഷാപ്പ് സമരമാണ്. പക്ഷേ അഭയം പറഞ്ഞപ്പോൾ അബദ്ധമായിപ്പോയി. ഇങ്ങനെ ജീവിതത്തിൽ ചില സമയത്ത് അബദ്ധങ്ങൾ വരും. നമ്മൾ അഭയം പ്രാപിക്കുന്ന വ്യക്തി നമ്മൾ പറയുന്ന കാര്യം ചിലപ്പോൾ പോലീസിന് ചോർത്തി കൊടുക്കും, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും ചോർത്തി കൊടുക്കും. സംഗതി ആകപ്പാടെ കുഴപ്പമാകും. ജീവിതത്തിൻ്റെ പ്രത്യേകമായൊരു സാഹചര്യമാണത്. ചിലപ്പോൾ നിങ്ങൾക്കും ഉണ്ടാകും. ജീവിതത്തിന് നമ്മളൊരു കാര്യം ഒരാളോട് പറഞ്ഞു, പരമരഹസ്യമായിരിക്കും. ഇപ്പോഴേ ഈ വെളിപ്പെടുത്തലിൻ്റെ കാലമല്ലേ. ഓരോരുത്തരും ഓരോ രാഷ്ട്രീയ പാർട്ടി വിട്ടിട്ട് പിന്നെ ഭീഷണിയാണ്. വെളിപ്പെടുത്തും. എത്രയോ കാലമായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നു. ആരെങ്കിലും ആർക്കെങ്കിലും അനിഷ്ടമായിട്ട് സംഭവിച്ചിട്ട് പിന്നെ ഭീഷണിപ്പെടുത്തുന്നത്. ചിലർ ആയുധം കൊണ്ട് ഭീഷണിപ്പെടുത്തും, ചില ആൾക്കാർ ഏഷണി കൊണ്ട് ഭീഷണിപ്പെടുത്തും. അപ്പോൾ എന്തെങ്കിലും വെളിപ്പെടുത്തും എന്നൊക്കെ പറയും. എത്രയോ വെളിപ്പെടുത്തലൊരു കാലത്ത് നമ്മൾ കേട്ടാണ് ഒരു സ്ത്രീ പറഞ്ഞുകൊണ്ട് നടന്നത്. ഈ കാലങ്ങൾ, ഇങ്ങനെയുള്ള കാലങ്ങളിലൂടെയെല്ലാം മനുഷ്യൻ കടന്നു പോകും. നമ്മുടെ ജീവിതത്തിലും വരും ഇതുപോലെ ഒരു സംഭവമാണ്. സാവൂള് ദാവീദിനെ കൊല്ലാൻ വേണ്ടി ഓടിച്ചിട്ട്, അങ്ങനെ ഓടിച്ചിട്ട് ഈ മനുഷ്യന് അഭയത്തിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഉറ്റ ഒരു മിത്രമായിരുന്നു ഈ അബിമേലെക്ക് പുരോഹിതൻ. അദ്ദേഹം ഗാത്തിലോ എവിടെയാണ് താമസിക്കുന്നത്, ഒത്തിരി വടക്കാണ് ഇസ്രായേലിന്. ഈ മനുഷ്യൻ ഓടിക്കിതച്ച് അബിമേലെക്കിൻ്റെ അടുത്ത് അഭയത്തിന് വരുമ്പോഴുണ്ട് അവിടെ നിൽക്കുന്ന ഒരു മനുഷ്യൻ. ആരാണ്? താൻ ആരെയാണ് ഓടിച്ചിട്ടത്, ആരെ പേടിച്ചാണോ താൻ ഓടിയത്, ആ സാവൂളിൻ്റെ ഒരു ഒറ്റുകാരൻ അബിമേലെക്കിൻ്റെ കൂടെ നിൽക്കുന്നത്. അത് കണ്ട് ദാവീദ് വേർത്തു പോയി. കാര്യം തൻ്റെ ഒളി സങ്കേതം ഉടനെ ചാരൻ അവിടെ എത്തിക്കും. ഇങ്ങനെ ഒരു വലിയ സംഭ്രമജനകമായ ഈ ഹൃദയം വിറക്കണ ഒരു സമയത്താണ് ദാവീദ് പാടണത്. എന്താ പാടുന്നത്? അതാണ് 34-ാം സങ്കീർത്തനത്തിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. എന്താ പറയണത്? എന്ത് ഒറ്റുകാരനുണ്ടായാലും ശരി,
ആരെൻ്റെ തലക്ക് വില പറഞ്ഞാലും ഞാൻ പ്രഖ്യാപിച്ചാലും ശരി, എന്താണ്, അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അതാണ് സങ്കീർത്തനം 34:1 എന്ന് പറയണത്. ഇത് ഒരു വരമാണ്. അതാണ് അച്ഛൻ പറഞ്ഞത്. ഇപ്പം നിങ്ങൾക്ക് കടമാണ് ഇപ്പോഴത്തെ അവസ്ഥ എന്ന് വിചാരിച്ചോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് രോഗമാണ്, അല്ലെങ്കിൽ അച്ഛൻ ഇടയ്ക്ക് പറയാറുള്ള ക്യാൻസർ 4ാം സ്റ്റേജിലാണെന്ന് വിചാരിച്ചോ. എത്രയോ മനുഷ്യരാണ് ഇവിടെ സാക്ഷ്യം പറയണത് ഇപ്പം, അന്തർദേശീയമായിട്ടും ദേശീയമായിട്ടും. പക്ഷേ ഈ സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ ഉണ്ടാകുമ്പോഴേ ഒരു ദൈവ പൈതലിനുണ്ടാവേണ്ട മൗലികമായ വികാരം എന്താണ്? അവിടുത്തെ സ്തുതികൾ. 34:1 ഇത് പറഞ്ഞ അവിടുത്തെ സ്തുതികൾ എപ്പോഴും എൻ്റെ അധരത്തിൽ ഉണ്ടായിരിക്കും. അപ്പം നിൻ്റെ മോശമായ നെഗറ്റീവായിട്ടൊരു കാലഘട്ടമാണെങ്കിലും കർത്താവിന് നിനക്ക് സ്തുതിക്കാൻ കഴിഞ്ഞാൽ നിൻ്റെ ഈ കാലഘട്ടം ടക്കെന്ന് ചേഞ്ച് ചെയ്യണ കാണാം. പിന്നീട് അതിനെക്കുറിച്ച് പറയും. അപ്പം നിൻ്റെ കാലം വളരെ മോശമാണെന്ന് വിചാരിച്ചോ. മനുഷ്യന്മാരല്ലേ, കാലങ്ങളിങ്ങനെ മോശമാകും. വിഭിന്ന കാലം എന്ന് പറയുന്നുണ്ട്. വിഭിന്ന കാലം, മനുഷ്യന് ദൈവം വിഭിന്ന കാലങ്ങൾ. അതെനിക്ക് തോന്നുന്നത് ഈ നടപടി പുസ്തകത്തിൻ്റെ 17:26 26-27 നടപടി പുസ്തകത്തിൻ്റെ 17:27 ദൈവം മനുഷ്യന് വിഭിന്ന കാലങ്ങൾ, അതാണ് 17:27 ദൈവം മനുഷ്യന് വിഭിന്ന കാലങ്ങൾ. ഇപ്പം നിങ്ങളുടെ കാലം ഇപ്പം മോശമാണെന്ന് വിചാരിച്ചോ, അതാണല്ലോ നിങ്ങൾ ഉടമ്പടി എടുക്കാൻ വന്നത്. വിഭിന്ന കാലമാണ്, ഇതൊരു മോശം കാലമാണ്. ചില സമയത്ത് ആൾക്കാർ സന്തോഷത്തിൻ്റെ കാലം ഉണ്ടാവും, സാക്ഷ്യം പറയാൻ വരുന്ന കാലം. അട്ടിച്ച് പൊളിച്ച് അതിസന്തോഷത്തോടെയാണ് ആൾക്കാർ സാക്ഷ്യം പറയുന്നത്. അപ്പോൾ അത് സന്തോഷത്തിൻ്റെ കാലമാണ്. പക്ഷേ വിഭിന്ന കാലത്തിൽ മനുഷ്യന് എന്നും കൊന്നും ഇതുപോലെ സന്തോഷം ഉണ്ടാകത്തില്ല. എന്താ കാര്യം? മനുഷ്യൻ്റെ പരമമായ സന്തോഷം ദൈവമാണ്. അതുകൊണ്ട് സങ്കീർത്തകൻ പറയണമെന്ന് വെച്ചാൽ ഈ വിഭിന്ന കാലം വരാൻ കാരണം അതാണ്. എന്താണ്? സ്വന്തം അനുഭവത്തിലൂടെ. ഏറ്റു പറഞ്ഞേ, സ്വന്തം അനുഭവത്തിലൂടെ അവിടുത്തെ കണ്ടെടുത്തുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ ഇവിടുത്തെ വിഷയം വിഭിന്ന കാലങ്ങൾ മനുഷ്യന് നൽകുന്നത് സ്വന്തം അനുഭവത്തിലൂടെ മനുഷ്യൻ ദൈവത്തെ കണ്ടെത്തുന്നതിന് വേണ്ടിയാണ്. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ, ഞങ്ങളുടെ ഓരോ കാലങ്ങളും ദൈവത്തോടെ വിധിച്ചറിഞ്ഞ് ഈശോയെ നിന്നെ കണ്ടെത്താനുള്ള സമയമാണെന്ന് തിരിച്ചറിയാനുള്ള വലിയ അഭിഷേകം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും പ്രദാനം ചെയ്യണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോയെ നന്ദി. ജീവിതം മുഴുവൻ ബലിയായി. നടപടി പുസ്തകത്തിന് 17-ാം അധ്യായം 26-27 വാക്യങ്ങൾ. നടപടി പുസ്തകം 17-ാം അധ്യായം 26-27 വചനങ്ങൾ. എന്താണ്? അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു. ഇപ്പം ദാവീദിൻ്റെ കാലം വിഭിന്ന കാലം, മോശം കാലമാണ്. എന്താ കാലം? സാവൂൾ ഓടിച്ചിട്ട് കൊല്ലാൻ വേണ്ടി നോക്കുമ്പോൾ അഭയം പ്രാപിച്ചിരിക്കുന്ന സ്ഥലത്ത് തന്നെ അപകടം പതിയിരിക്കുന്നു. അപ്പം ഈ ദാവീദാണ് ഈ അപകടത്തെ കണ്ടുകൊണ്ട്, ആ വ്യക്തി, ആ ഒറ്റുകാരനെ കണ്ടുകൊണ്ട് അവൻ നിരാശപ്പെടുകയോ സങ്കടപ്പെടുകയോ പേടിക്കുകയല്ല. എന്താണ് ദാവീദ് ചെയ്തത്? ദാവീദിൻ്റെ പാട്ട് നമ്മൾ വായിച്ചാണ്. എന്താണ്? അവിടുത്തെ സ്തുതികൾ. ഏതൊറ്റുകാരനുണ്ടായാലും, എൻ്റെ ജീവിതം അപകടപ്പെടുന്ന അവസ്ഥയിലേക്ക് ഞാൻ വന്നാലും അവിടുത്തെ സ്തുതികൾ
എപ്പോഴും എൻ്റെ അധരങ്ങളിലുണ്ടായിരിക്കും. അതാണ് സങ്കീർത്തനം 34. നിങ്ങളൊന്ന് പ്രാർത്ഥിക്കണം മക്കളെ. കാര്യം ആധ്യാത്മിക ജീവിതം നമ്മൾ പറയുന്നതിനേക്കാൾ ആഴമാണ്. അതായത് ഈ ഒരു അവസ്ഥയിൽ ചെന്ന് എത്തണം. ഇതിങ്ങനെ നമ്മൾ ചിന്തിച്ചെത്തണ ഒരവസ്ഥയല്ല ഇത് വരദാനമായിട്ട് എത്തേണ്ട ഒരവസ്ഥയാണ്, വരമാണിത്. കാര്യം ഇങ്ങനെയുള്ള സമയത്ത് പോലും സ്തുതിക്കട്ടെ. യേശുസ്തോത്രം. ഹല്ലേലൂയ. ഞങ്ങളുടെ അതരങ്ങളിൽ ഉണ്ടാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണം. ജീവിതം മുഴുവൻ ഉള്ളിലൊരുക്കുന്നു ഞാൻ. ജീവിതം മുഴുവൻ ഉള്ളിലൊരുക്കുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായ നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായ ഓരോ മക്കൾക്കും കാലങ്ങളിൽ അനുഗ്രഹം നൽകണമേ, അഭിഷേകം നൽകണമേ, സ്നേഹം നൽകണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 65-ാമത്തെ ഒരു വാക്യമുണ്ട്. എന്താണ്? അവൻ പറഞ്ഞു, ഇത് കൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. യോഹന്നാൻ 6:65. എന്താണ്? അവൻ പറഞ്ഞു, ഇത് കൊണ്ടാണ്, ഏറ്റു പറഞ്ഞേ, ഇതുകൊണ്ടാണ് പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ ആർക്കും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കില്ലെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അപ്പം ഈ കഷ്ടകാലത്ത് കർത്താവിൻ്റെ അടുത്ത് സ്തുതികളോടെ ഇരിക്കുന്നത് ഒരു വരമാണ്. ഈ വരം നിങ്ങൾ ദൈവത്തോട് ചോദിച്ച് വാങ്ങിക്കണം. പ്രാർത്ഥിക്കുക. കർത്താവേ, ഏത് കാലത്തും പ്രതികൂല കാലങ്ങളിലും അങ്ങയുടെ നാമത്തെ സ്തുതിക്കാനുള്ള വരം നൽകി എന്നെ എൻ്റെ കുടുംബത്തെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി നൽകുന്നു ഞാൻ. കണ്ണുനീർ കാഴ്ചകൾ മാത്രമല്ലീശോ പൂർണ്ണമായി നൽകുന്നു ഞാൻ. ജീവിതം മുഴുവൻ ബലിയായണയ്ക്കുമോ ഇനി 56-ാമത്തെ സങ്കീർത്തനമുണ്ട്. 56-ാമത്തെ സങ്കീർത്തനം 4-ാമത്തെ വാക്യം. 56-ാം സങ്കീർത്തനം 3-4 വാക്യങ്ങൾ നമ്മൾ ധ്യാനിക്കുകയാണ്. എൻ്റെ മക്കളെ, ഇതിൻ്റെ രീതി, ഈ വചനം ഞാൻ വളരെ സ്ലോയിലും ശാന്തമായിട്ടാണ് പറയണത്. എന്തിനിങ്ങനെ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വചനത്തിൻ്റെ കറസ്പോണ്ടിങ് അനോയിൻറ്റിങ് ഉണ്ട്. ഈ വചനം നിങ്ങൾ ചുണ്ടുകൊണ്ടിനേക്കാൾ ഉപരി ചങ്കിലിക്കൊണ്ടാണ് ഇത് പറയണമെങ്കിൽ തത്സമയം ഇതിൻ്റെ ഈ വചനത്തിൽ ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ആ ആത്മധൈര്യം നിങ്ങൾക്ക് അവകാശമാകും. ഇപ്പോൾ ഉദാഹരണത്തിന് സങ്കീർത്തനം 56:3, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും.
ഇപ്പോൾ രോഗമൊക്കെ ഇല്ലേ, രോഗമോ അല്ലെങ്കിൽ ജപ്തി നടപടിയൊക്കെ ഉണ്ടാകുമ്പോൾ ഭയം ഉണ്ടാകത്തില്ലേ? അപ്പോൾ അതിനാ സങ്കീർത്തനം പറയുന്നത് ഭയം ഉണ്ടാകുമ്പോൾ. ഏറ്റു പറഞ്ഞേ, ഭയമുണ്ടാകുമ്പോൾ. സങ്കീർത്തനം 56:3 ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഭയമുണ്ടാകുമ്പോൾ ചില ആൾക്കാർ എന്ത് ചെയ്യും? ഭയം ഉണ്ടായിക്കഴിഞ്ഞാൽ ഉടനെ എന്ത് ചെയ്യും? ചിലർ മദ്യം കഴിക്കും അല്ലേ? ചില ആൾക്കാർ ഭയം ഉണ്ടാകുമ്പോൾ ഭയം മറച്ചു വെക്കാൻ വേണ്ടി ബഹളവും അടിയും ബഹളമൊക്കെ ഉണ്ടാക്കി കിടക്കും. എല്ലാം ഭയമാണ്. അത് മറച്ചു വെക്കാൻ വേണ്ടിയുള്ള തരികിട പരിപാടികൾ, കുതന്ത്രങ്ങൾ ഒക്കെ ആലോചിക്കും. ഇപ്പോൾ ലോകമനുഷ്യൻ, ലോകത്താനായിട്ട് ജീവിക്കുന്ന ആൾക്കാരെ ഭയമുണ്ടാകുമ്പോൾ വേറെ ചില അഭ്യാസങ്ങളാണ് കാണിക്കുന്നത്, കസരത്തുകൾ. അപ്പോൾ ദൈവഭക്തിയിൽ കസരത്ത് കാണിക്കത്തില്ല. എന്താണ് പറയണത്? ഭയമുണ്ടാകുമ്പോൾ, ഏറ്റു പറഞ്ഞേ, ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. എന്താണ് കാരണം? ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കുന്നു. അപ്പോൾ അങ്ങയിൽ ആശ്രയിക്കുന്നു പറയുമ്പോഴേ കർത്താവിൻ്റെ വാക്കിലാണ് ഞാൻ വിശ്വസിക്കണത്. അതാണ് സംഭവം. കാര്യം ദൈവാനുഗ്രഹം കൊണ്ട് ഒരു മനുഷ്യന് ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ വിഷയങ്ങളെയും, വ്യത്യസ്തമായ കാലാവസ്ഥകളെല്ലാം ദൈവം ആ സമയത്ത് നീ എന്താണ് ചെയ്യേണ്ടതെന്ന് വചനം പറയുന്നുണ്ട്. അതുകൊണ്ടാണ് അങ്ങയിൽ ഞാൻ ഭയമുണ്ടാകുമ്പോൾ. ആർക്ക് ഭയം ഉണ്ടാകണം? ആരുടെ കാര്യം പറയണത്? ദാവീദിൻ്റെ കാര്യം തന്നെയാണ്. ദാവീദിൻ്റെ ഇപ്പം 56-ാം സങ്കീർത്തനത്തിൻ്റെ സിറ്റുവേഷൻസ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ഏത് സമയത്താണ് ദാവീദ് ഈ സങ്കീർത്തനം എഴുതിയതെന്ന്. അച്ഛന്മാർക്കും സിസ്റ്റേഴ്സിനുമൊക്കെ കാന നമസ്കാരമുണ്ട്. കുറച്ച് പാട്ടൊക്കെ പാടിയതെന്നല്ലാതെ കഥ അറിയാതെ ആട്ടം കാണുന്നതാണ് ചില കാന നമസ്കാരത്തിൽ സംഭവിക്കുന്നത്. കാര്യം ഞാൻ എപ്പോഴും കാന നമസ്കാരം നടത്തുന്ന ആളാണ്, സെമിനാരി വെച്ച് തന്നെയുണ്ട്. പക്ഷേ എന്താ പ്രശ്നം? നമ്മളിതൊക്കെ പാടും, ഈ സംഗീതത്തിനൊക്കെ നമ്മൾ മരിപ്പിനും വരെ പാടുന്നതാണ്. പക്ഷേ സിറ്റുവേഷൻസ് അറിഞ്ഞില്ലെങ്കിൽ അതിൻ്റെ ഫീൽ എന്താണെന്ന് അറിയാൻ പറ്റാതെ വരും. ഇപ്പോൾ ഈ ഇതിൻ്റെ സംഭവം എന്താ? 56:3 ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ഭയം ആർക്കുണ്ടാകുമ്പോൾ? ദാവീദിന് ഭയമുണ്ടായ കാര്യം പറയുകയാണ് അദ്ദേഹം. എങ്ങനെ ഭയം ഉണ്ടാകാൻ കാര്യം? അതിൻ്റെ സാഹചര്യം ഇതാണ്. 56-ാം സങ്കീർത്തനത്തിലെ സാഹചര്യം ഇതാണ്. ഗായസംഘത്തിൻ്റെ നേതാവിന് വിദൂരത്തിലെ മിണ്ടാപ്രാവ് എന്ന്, അതായത് അന്നത്തെ കാലത്തെ ഇസ്രായേലിലെ ഒരു നാട്ടുപാട്ടാണ്, വിദൂരത്തിലെ മിണ്ടാപ്രാവ് എന്ന രാഗത്തിൽ ദാവീദിൻ്റെ ഗീതം എപ്പോഴാണ്? ഗത്തിൽ വെച്ച് ഫിലിസ്തീർ പിടികൂടിയപ്പോൾ. അതാണ് സംഭവം. സ്ഥലമല്ല, അങ്ങർക്ക് ചൊറി വന്നിട്ട, ചിരങ്ങ് വന്നിട്ട ഭയം ഉണ്ടായതല്ല. ഫിലിസ്തീർ പിടികൂടിയിരിക്കുകയാണ്. ആരെ? ദാവീദിനെ. ആരാണ് ഫിലിസ്തീൻ? ഗോലിയാത്തിൻ്റെ ആൾക്കാരാണ്. ഗോലിയാത്തിനെ കൊന്നില്ലേ ഇവൻ? ദാവീദ് ഗോലിയാത്തിനെ കൊന്നില്ലേ? ആ ആൾക്കാർ ഇപ്പം ഇവനെ കൈയോടെ പിടിച്ചിരിക്കുകയാണ്. അപ്പം എന്താ? ഒരു ക്യാപിറ്റൽ പനിഷ്മെൻറ്റാണ്. ഇപ്പം നമ്മളൊരു വീട്ടിൽ നിന്ന് ഒരാളെ കൊന്നെന്ന് വിചാരിച്ചോ, അപ്പോൾ ഒരു കാലത്ത് ആ വീട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടി നമ്മളെ വളഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ സങ്കീർത്തനം പാടുക. അവിടെയാണ് പ്രശ്നം വരുന്നത്. അതിനാണ് വരവെന്ന് പറയണത്. ഇങ്ങനെ ഒരു വല്ലാത്ത അവസ്ഥയിൽ ചെന്ന് ചാടുമ്പോൾ പറയണത് എന്താണ്? ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. പണ്ടും അങ്ങനെ ഇരുന്ന് ഗോലിയാത്തിനെ കണ്ടപ്പോഴും ഗോലിയാത്ത് ചോദിച്ചു, നീ എന്തിനാ വടിയും കൊണ്ടുപോയെന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ദാവീദ് പറഞ്ഞ്, നീ വാളിലും കുന്തത്തിലും കുതിരയിലും ഒക്കെയാണ് ആശ്രയിക്കുന്നത്, ഞാൻ എൻ്റെ കർത്താവിലാണ് ആശ്രയിക്കണമെന്നാണ്. അപ്പോൾ ഗോലിയാത്തിൻ്റെ മുമ്പിലും ഈ എന്തുകൊണ്ടാണ് ദാവീദിനെ ഈശോയ്ക്ക് പോലും എഴുതി തള്ളാൻ പറ്റാഞ്ഞെന്ന് നിങ്ങൾ അറിയണം. ഞാൻ എപ്പോഴും ഓർക്കുകയെ, ദാവീദിൻ്റെ കയ്യിൽ നിന്ന് കുറേ മടുത്തരം വന്നിട്ടുണ്ടല്ലോ, പിന്നെ എന്നാത്തിന് ആ കർത്താവ് എപ്പോഴും ഇവനെയും ചുവന്നുകൊണ്ട് നടക്കണത്? ദാവീദിനെ പുത്രാന്ന് ഒരു കന്തൻ വിളിച്ചപ്പോൾ തന്നെ കർത്താവ് സ്റ്റക്കായി അവിടെ നിന്നോ. തന്നെയാണ് വിളിച്ചതെന്ന് പറഞ്ഞ് അവനെ വിളിച്ചുടനെ. അവൻ്റെ കർത്താവിൻ്റെ പേര് ജീസസ് അവനെ അറിയത്തില്ല, യേശുവാണെന്ന് ഒന്നും അറിയത്തില്ല. ഇനി അറിഞ്ഞാൽ തന്നെ ചിലർ പറഞ്ഞു കൊടുത്തു, നസ്രായനെ യേശുവാണെന്ന് ചിലർ പറയുന്നു, അവൻ കേട്ടോ ഇല്ലയെന്ന് അറിയത്തില്ല. നസ്രായനെ യേശുവാണ് പോകണമെന്ന് ചില ആൾക്കാർ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ അന്തനോട്, പക്ഷെ അവൻ കേട്ടോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. എന്താ കാര്യം? അങ്ങനെ നസ്രായനെ യേശുവാണെങ്കിൽ അങ്ങനെ വിളിച്ചാൽ പോരെ, നസ്രായനെ യേശുവെന്ന് വിളിച്ചാൽ പോരെ. ദാവീദിൻ്റെ പുത്രൻ എന്നാണ് വിളിച്ചത്. അത് ഇവൻ സമറിയക്കാരനോ വേറെ എന്തോ ആളാണ്. അതുകൊണ്ട് ഇസ്രായേൽക്കാരെല്ലാം ദാവീദിൻ്റെ പുത്രന്മാരായിരിക്കും എന്നുള്ള ചിന്തയിൽ വിളിച്ചതായിരിക്കാം. അങ്ങനെ പല വിഷയങ്ങൾ അതിൻ്റെ വരണത്.
പക്ഷെ ദാവീദിൻ്റെ പേര് കേട്ടപ്പോൾ കർത്താവ് അവിടെ നിന്നു, അവനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും കർത്താവിനോട് എപ്പോഴും ചോദിക്കും, ഇവൻ എന്നാത്തിനാണ് യേശു എപ്പോഴും ചുവന്നുകൊണ്ട് നടക്കുന്നത്? ഇവൻ ഇതെല്ലാം കുഴപ്പം കാണിച്ചിട്ടുണ്ടെന്ന് അറിയാവോ? അവൻ കാണിച്ച പല കാര്യങ്ങളും നമുക്ക് അനുകരിക്കാനേ പറ്റത്തില്ല. പക്ഷേ എന്നാ പ്രശ്നം? ഇവൻ എന്നാ കുഴപ്പങ്ങൾ കാണിച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ്റെ അനുതാപം അത്രക്ക് പാകതയുള്ള അനുതാപമാണ്. പിന്നെ അതല്ല, ഇവൻ ഗോലിയാത്ത് വന്നാലും ഫിലിസ്ത്യന്മാർ മൊത്തം ഇവനെ വളഞ്ഞു പിടിച്ചാലും ഇവൻ പറഞ്ഞത് എന്താണ്? ഭയമുണ്ടാകുമ്പോൾ ഞാൻ അങ്ങയിൽ ആശ്രയിക്കും. ആരുടെ വചനത്തെ ഞാൻ പ്രകീർത്തിക്കുന്നുവോ ആ ദൈവത്തെ നിർഭയനായി ഞാൻ ആശ്രയിക്കും. ഗോലിയാത്ത്, അതായത് ഫിലിസ്ത്യൻസ് മൊത്തം പിടിച്ചിരിക്കുകയാണ് കൊല്ലാൻ വേണ്ടി, അപ്പോഴും കർത്താവിൽ ആശ്രയിക്കും. ഇപ്പം ചിലർ പറയലേ, എൻ്റെ അച്ഛാ എനിക്ക് ചുറ്റും കടമാണെന്ന് പറയും. ചിലർ പറയും, അച്ഛാ എനിക്ക് വിറ്റ് ചുട്ട് എവിടെയെങ്കിലും പോയാൽ മതി, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റും ശത്രുക്കളാണെന്ന് പറയും. അപ്പോഴൊക്കെ അങ്ങനെ പറയുന്ന ആൾക്കാർ ഈ സങ്കീർത്തനം എടുത്ത് എപ്പോഴും വായിച്ചുകൊണ്ടിരിക്കണം. എനിക്ക് ചുറ്റും ശത്രുക്കളാണ്, എനിക്ക് ചുറ്റും കടമാണ്, എൻ്റെ തൂക്കത്തിന് തൂക്കം കടമാണെന്നൊക്കെ പറയുന്ന ആൾക്കാരില്ലേ, അവർ ഈ 56-ാം സങ്കീർത്തനം തുടരെ വായിക്കണം. ഞാനിപ്പോൾ ഇടയ്ക്കൊക്കെ ഇതുപോലെയുള്ള സമയത്ത്, അതായത് ഇപ്പോൾ അതായത് ഫിലിസ്ത്യർ പിടികൂടിയപ്പോൾ പാടിയത് ഒന്ന് പ്രാർത്ഥിച്ച മക്കളെ, കർത്താവേ ദാവീദിനെ പോലെ വളരെ പ്രതികൂലമായിട്ടുള്ള എന്ത് സാഹചര്യത്തിലും കർത്താവിന്റെ വചനത്തിൽ ആശ്രയിച്ച് കർത്താവിന്റെ നാമത്തിനെ സ്തുതി പാടുവാൻ എനിക്ക് അഭിഷേകം നൽകണമേ. നിർമ്മല സ്നേഹരും നമ്മളോട്